ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പിന്റെ വ്യാപ്തമാണ് നമുക്ക് കാണേണ്ടത്. ഹിന്റ് എന്താണ് തന്നിരിക്കുന്നത്? ചെറിയ ചെറിയ ക്യൂബുകൾ കൊണ്ടാണ് ഈ സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ വരുന്ന ഒരു ക്യൂബിന്റെ അളവ് എന്ന് പറയുന്നത് അതിന്റെ നീളവും വീതിയും ഉയരവും 1 സെന്റിമീറ്റർ ആണ്. ഒറ്റയടിക്ക് നമുക്ക് ഈ സ്റ്റെപ്പിന്റെ വ്യാപ്തം കാണാൻ കഴിയില്ല. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ആകെ തന്നിരിക്കുന്നത് 4 സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പിന്റെ വ്യാപ്തം കണ്ടതിന് ശേഷം അവ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റെപ്പിന്റെ വ്യാപ്തം കിട്ടും. ഏറ്റവും താഴെ വരുന്ന സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് നമ്പർ 1 നോക്കാം. അവിടെ നീളവും വീതിയും സെയിം ആണ്. അതായത് 9 കട്ടകൾ വീതമാണ് വരുന്നത്. അപ്പൊ നീളം 9 സെന്റിമീറ്റർ ആയിരിക്കും, അതിന്റെ വീതിയും 9 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ ഹൈറ്റ് വരുന്നത് നമുക്കറിയാം, ഒരു ക്യൂബിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 1 സെന്റിമീറ്റർ ആണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പിന്റെ വ്യാപ്തം കാണാൻ ഇവിടെ ചെയ്യേണ്ടത് 9 × 9 × 1, അതായത് 9 നീളമാണ്, 9 വീതിയാണ്, ഉയരം 1 സെന്റിമീറ്റർ ആണ്. ആദ്യത്തെ സ്റ്റെപ്പിന്റെ വ്യാപ്തം കിട്ടിയ എത്രയാണ്? 81 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ വ്യാപ്തം കാണാൻ അതിന്റെ നീളം അളന്ന് നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം 9 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ വിഡ്ത് കിട്ടുന്നത് 7 ആണ്. ഹൈറ്റ് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, 1 സെന്റിമീറ്റർ. വ്യാപ്തം കാണാം 9 × 7 × 1. ആൻസർ കിട്ടുന്നത് 63 ക്യൂബിക് സെന്റിമീറ്റർ. ഇവിടെ ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ള ഷോർട്ട് ഫോമിൽ CC എന്ന് എഴുതാം. മുകളിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൂടെ ഇപ്പോൾ എഴുതി ചേർക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ വ്യാപ്തം കാണാം. നീളം വരുന്നത് 9 സെന്റിമീറ്റർ ആണ്, വീതി വരുന്നത് 5 സെന്റിമീറ്റർ, ഉയരം 1 സെന്റിമീറ്റർ. വ്യാപ്തം കാണാൻ 9 × 5 × 1. ആൻസർ വരുന്നത് 45 ക്യൂബിക് സെന്റിമീറ്റർ. ഇനി ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പിന്റെ കൂടെ വ്യാപ്തം കാണാം. എഴുതേണ്ടത് 9 × 3 × 1. ആൻസർ കിട്ടുന്നത് 27 ക്യൂബിക് സെന്റിമീറ്റർ. അടുത്തായിട്ട് ടോട്ടൽ വോളിയം ആണ് കാണേണ്ടത്. എല്ലാ സ്റ്റെപ്പിന്റെയും കൂടെയുള്ള വ്യാപ്തമാണ് കാണേണ്ടത്. അതിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്? എല്ലാ സ്റ്റെപ്പിന്റെയും വ്യാപ്തങ്ങൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. 81 + 63 + 45 + 27. ആൻസർ കിട്ടുന്നത് 216 ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും. സമചതുരത്തിന്റെ ആകൃതിയുള്ള മരപ്പലകൾക്ക് അടുക്കി വെച്ചിട്ടാണ് ഈ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു വശത്തിന്റെ നീളം 9 സെന്റിമീറ്റർ ആണ്. പിന്നെ മുകളിലേക്ക് വരുന്തോറും 2 സെന്റിമീറ്റർ വീതം കുറയുന്നുണ്ട്. ഉയരം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. ഈ രൂപത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു പിക്ചർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സെയിം പിക്ചർ തന്നെയാണ്. നീളവും വീതിയും 9 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 9 സെന്റിമീറ്റർ ഇവിടെ നീളം. അതേപോലെ തന്നെ ഇതിന്റെ വീതി വരുന്നത് 9 സെന്റിമീറ്റർ ആണ്. ഉയരം വരുന്നത് 1 സെന്റിമീറ്റർ ആണ്. അല്ലെ? അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? മുകളിലേക്ക് പോകും തോറും 2 സെന്റിമീറ്റർ വീതം കുറയുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് 2 സെന്റിമീറ്റർ കുറയുക എന്ന് പറഞ്ഞാൽ 9 നിന്ന് 2 കുറച്ചാൽ 7 ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ വീതി 7 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ എല്ലാ കട്ടയുടെയും ഉയരം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇവിടത്തേക്ക് പോകുമ്പോൾ 5 സെന്റിമീറ്റർ ആയിട്ട് വരും ഇവിടെ. അതായത് 2 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 5 സെന്റിമീറ്റർ ഇവിടെയും വരും. പിന്നെ 5 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് എന്താണ് 3 സെന്റിമീറ്റർ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും 3 സെന്റിമീറ്റർ ആണ്. പിന്നെ ലാസ്റ്റത്തെ വരുമ്പോഴേക്കും 1 സെന്റിമീറ്റർ വീതിയും ഉയരവും ലെങ്ത്തും ഒക്കെ നമുക്ക് 1 സെന്റിമീറ്റർ ആയിട്ട് കിട്ടും. 9 × 9 × 1 = 81 ക്യൂബിക് സെന്റിമീറ്റർ. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ 7 × 7 × 1 = 49 ക്യൂബിക് സെന്റിമീറ്റർ. മൂന്നാമത്തെ സ്റ്റെപ്പ് എടുത്താൽ 5 × 5 × 1 = 25 ക്യൂബിക് സെന്റിമീറ്റർ. നാലാമത്തത് വരുമ്പോൾ 3 × 3 × 1 = 9 ക്യൂബിക് സെന്റിമീറ്റർ. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നീളവും വീതിയും ഉയരവും ഒക്കെ ഒന്നാണ്. അപ്പോൾ 1 × 1 × 1 ആണ് വരുന്നത്. അത് 1 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഇനി ഇതിന്റെ വോളിയമാണ് നമുക്ക് കാണേണ്ടത്. ടോട്ടൽ വോളിയം കാണുമ്പോൾ എന്താണ് ചെയ്യുന്നത്? 81 + 49 + 25 + 9 + 1. ആൻസർ ഇവിടെ എന്താണ് വരുന്നത്? 165 ക്യൂബിക് സെന്റിമീറ്റർ. പേജ് നമ്പർ 42-ൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ വ്യാപ്തമാണ് കാണേണ്ടത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഇതാണ്. ഞാൻ അത് ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒറ്റയടിക്ക് ഇതിന്റെ വ്യാപ്തം കാണാൻ കഴിയില്ല. അതിനുവേണ്ടി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ 4 പാർട്ടായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഒന്നാമത്തെ പാർട്ട് ഇതാണ്, ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ട് ഇതാണ്. മൂന്നാമത്തെ പാർട്ട് ഇതാണ്. അതായത് മൂന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും
ഒരുപോലെ തന്നെയാണ്, ഒരേ വശങ്ങളാണുള്ളത്. അതുകൊണ്ട് ഒന്ന് കണ്ടാൽ മറ്റതിന്റെ വ്യാപ്തം കിട്ടും. പിന്നീട് നാലാമത്തെ പാർട്ട് വരുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒന്ന് ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. എല്ലാ ഭാഗത്തേക്കുള്ള ഹൈറ്റ് 2 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താൻ 2 സെന്റിമീറ്റർ ആണ്. ഇവിടെയും 2 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ആദ്യത്തെ ഭാഗത്തിന്റെ വ്യാപ്തം കാണാം. നീളം 20 സെന്റിമീറ്റർ ആണെന്നും ഉയരം 2 സെന്റിമീറ്റർ ആണെന്നും അറിയാം. വീതി എത്രയാണെന്ന് അറിയില്ല. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാണെന്ന് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം നമുക്കറിയാം. എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. പിന്നീട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്രയാണ് വരുന്നത്? 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ദൂരം കാണാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? 12 മൈനസ് 8 വരുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ 4 എന്ന് എഴുതാം. ഇപ്പൊ നമുക്ക് എല്ലാ വശങ്ങളുടെയും നീളവും വീതിയും ഉയരവും കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിന്റെ വ്യാപ്തം കാണാൻ എന്താണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. എത്രയാണ് കിട്ടുന്നത്? 160 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തേത് വീതി 8 സെന്റിമീറ്റർ ആണ് അല്ലെ? 8 ഇൻറ്റു 4 ഇൻറ്റു 2 എത്രയാണ് കിട്ടുന്നത്? 64 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പോൾ മൂന്നാമത്തെ പാർട്ടും സെയിം ആണ്. 8 ഇൻറ്റു 4 ഇൻറ്റു 2 64 ക്യൂബിക് സെന്റിമീറ്റർ. നാലാമത്തെ പാർട്ടിന്റെ നമുക്കറിയാം ഇവിടെ 4 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 4 സെന്റിമീറ്റർ ആണ്, ഉയരം 2 സെന്റിമീറ്റർ ആണ്. 4 ഇൻറ്റു 4 ഇൻറ്റു 2 ആണ് കാണേണ്ടത്. ഉത്തരം കിട്ടുന്നത് 32 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം കാണാൻ 160 പ്ലസ് 64 പ്ലസ് 64 പ്ലസ് 32 320 ക്യൂബിക് സെന്റിമീറ്റർ. അടുത്ത പിക്ചറിലേക്ക് പോകാം. ഇവിടെ ഒരു എച്ച് ആണ് തന്നിരിക്കുന്നത് അല്ലെ? ഇതിന്റെ വ്യാപ്തമാണ് കാണേണ്ടത്. ഞാനിവിടെ മാറ്റി വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. 3 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഭാഗം 1 ആണ്. ഇത് നമുക്ക് 2 ആയിട്ട് എടുക്കാം. ഇവിടെ മൂന്നാമത്തെ ഭാഗമായിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗവും സെയിം ആണ്. ഇവിടെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? 16 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വശത്തിന്റെ നീളം 16 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? ഇവിടെ ഇതിന്റെ വീതി എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ വീതിയും 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഒന്നാമത്തെ ഭാഗത്തിന്റെ വ്യാപ്തം കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 16 ഇൻറ്റു 4 ഇൻറ്റു ഉയരം തന്നിരിക്കുന്നത് എത്രയാണ്? 3 ആണ് അല്ലെ? എല്ലാ ഭാഗങ്ങളിലെയും ഉയരം 3 ആണ്. അപ്പൊ ഇൻറ്റു 3 ആൻസർ കിട്ടുന്നത് 192 ആണ്. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്തിന്റെ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? 16 ഇൻറ്റു 4 ഇൻറ്റു 3 അത് 192 തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ ഭാഗം, ഈ ഒരു ചെറിയ ഭാഗത്തിന്റെയാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ എന്തൊക്കെ അളവുകൾ നമ്മുടെ കയ്യിലുണ്ട്? വീതി നമുക്കറിയാം 4 സെന്റിമീറ്റർ ആണ്, ഉയരം നമുക്കറിയാം 3 സെന്റിമീറ്റർ ആണ്. ഈ ഒരു ഭാഗത്തിന്റെ നീളമാണ് നമുക്ക് അറിയാത്തത്. ഇതിന്റെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എത്രയാണ് സെന്റിമീറ്റർ വരുന്നത്? 6 സെന്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം ഈ ഭാഗവും 6 സെന്റിമീറ്റർ ആണ്. കാരണം ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള 6ഉം കൂട്ടുക, അതിനുശേഷം അതിനെ 16ൽ നിന്ന് കുറയ്ക്കുക. മൊത്തം ലെങ്ത്തിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന്റെ 16 മൈനസ് 12 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 4 സെന്റിമീറ്റർ ആണ് അതിന്റെ വീതി. വ്യാപ്തം കാണാൻ വളരെ സിമ്പിൾ ആണ്. 4 ഇൻറ്റു 4 ഇൻറ്റു 3 48 എന്ന് കിട്ടും. ഇപ്പൊ ടോട്ടൽ വോളിയം കാണാം. 192 പ്ലസ് 192 പ്ലസ് 48 432 ക്യൂബിക് സെന്റിമീറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ടി ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ വിസ്തീർണം കാണാം. ഇത് വളരെ സിമ്പിൾ ആണ്. ആദ്യമായി ടിയെ 2 പാർട്ടാക്കി മാറ്റാൻ പോവുകയാണ്. ഇവിടെ 1 എന്ന് കൊടുക്കാം, ഇവിടെ 2 എന്നും. അപ്പൊ 2 ഭാഗങ്ങളായി മാറി. അപ്പൊ ഒന്നാമത്തെ പാർട്ടിൽ എന്താണ്? ഇവിടെ നീളം 11 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്, വീതി 4 സെന്റിമീറ്റർ, ഉയരം 3 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിന്റെ പൂർണ്ണമായ ലെങ്ത് അറിയില്ല. ഇവിടെ 6 സെന്റിമീറ്ററും ഇവിടെ 6 സെന്റിമീറ്ററും ആണുള്ളത്. ഈ ഒരു ഭാഗത്തിന്റെ അളവ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിന്റെ ഭാഗത്തിന്റെ അളവ് കാണാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഇവിടെ വീതി വരുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ ആകുമ്പോൾ ഇവിടെയും 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഇതിന് 4 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും വരുന്നത്? 6 പ്ലസ് 6 പ്ലസ് 4 അപ്പം 16 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനിയിപ്പോൾ വിസ്തീർണം കാണാൻ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് പാർട്ടിന്റെ എന്ത് കിട്ടും? 11 ഇൻറ്റു 4 ഇൻറ്റു 3 എത്രയാണ്? 192. അടുത്ത രണ്ടാമത്തെ പാർട്ട് എന്താണ് വരുന്നത്? 16 ഇൻറ്റു 4 ഇൻറ്റു 3 132.
അപ്പൊ ടോട്ടൽ വോളിയം നമുക്ക് കാണാം 192 പ്ലസ് 132 ഇവിടെയാണ് 324 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും.